UAE-യിൽ ഇലക്ട്രിക് വാഹനങ്ങളെ നിരത്തിലിറക്കാനുള്ള പദ്ധതിയുമായി ഊർജ്ജ മന്ത്രാലയം. വാഹനങ്ങൾക്കായി കൂടുതൽ ഇലക്ട്രിക് ചാർജിംഗ് സംവിധാനം സ്ഥാപിക്കും. 2050ഓടെ രാജ്യത്തെ വാഹനങ്ങളിൽ പകുതിയും ഇലക്ട്രിക് വാഹനങ്ങളാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. UAE-യിലെ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് 40 വിദേശ രാജ്യങ്ങളിൽ വാഹനം ഓടിക്കാം. GCC രാജ്യങ്ങൾ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ സന്ദർശക വിസയിലെത്തുന്നവർക്കും വാഹനം ഓടിക്കാവുന്നതാണ്. ലൈസൻസ് ഉപയോഗിക്കാവുന്ന രാജ്യങ്ങളുടെ ലിസ്റ്റും നിർദ്ദേശങ്ങളും UAE മന്ത്രാലയത്തിന്റെ മർഗൂസ് എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദുബായിൽ ബസ് അപകടത്തിൽ മരിച്ച ആലപ്പുഴ ഹരിപ്പാട് കരുവാറ്റ സ്വദേശി എബി എബ്രഹാമിന്റെ കുടുംബത്തിന് 2 ലക്ഷം ദിർഹം നഷ്ടപരിഹാരം നൽകാൻ ദുബായ് കോടതി വിധിച്ചു. 7 മാസത്തോളം നടത്തിയ നിയമ നടപടികൾക്കൊടുവിലാണ് എബിയുടെ കുടുംബത്തിന് അനുകൂലമായ കോടതി വിധി ലഭിച്ചത്. ഒമാനിൽ വൻ മയക്കുമരുന്ന് ശേഖരവുമായി ഒരാൾ പിടിയിൽ. മുസന്തം ഗവർണറേറ്റ് പോലീസിന്റെ നാർക്കോട്ടിക്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റാണ് പ്രതിയെ പിടികൂടിയത്. ഗണ്യമായ അളവിൽ ഹാഷിഷ്, ഹെറോയിൻ, ക്രിസ്റ്റൽ മെത്ത്, സൈക്കോട്രോപിക് ലഹരി വസ്തുക്കൾ എന്നിവ പ്രതിയിൽ നിന്നും പിടികൂടി. റാസൽ ഖൈമയിൽ ഹെവി വാഹനങ്ങളുടെ പരിശോധനയ്ക്ക് ആപ്പ് സംവിധാനം വരുന്നു. സ്മാർട്ട് ആപ്ലിക്കേഷനിലൂടെ ഡ്രൈവറുടെ കഴിവും വാഹനങ്ങളുടെ പ്രവർത്തനവും മനസ്സിലാക്കാൻ കഴിയുമെന്ന് റാസൽ ഖൈമ പോലീസ് അറിയിച്ചു. ദുബായിൽ മെഡിക്ലിനിക് ആശുപത്രിയിൽ ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 25 കുട്ടികൾ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ സന്ദർശനം നടത്തി. എമിറാത്ത് ബഹിരാകാശ സഞ്ചാരികളായ നോറ അൽ മെട്രൂഷിയുടെയും മുഹമ്മദ് അൽ മുല്ലയുടെയും നേതൃത്വത്തിലായിരുന്നു സന്ദർശനം. വെള്ളിയാഴ്ച രാവിലെ ഗസ നഗരത്തിൽ നിന്നും ഇസ്രായേൽ സേന പിൻവാങ്ങിയ ശേഷം നടത്തിയ തിരച്ചിലിൽ 60 മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 300-ലധികം വീടുകളും 100-ലധികം ബിസിനസ് സ്ഥാപനങ്ങളും പ്രദേശത്ത് ഇല്ലാതായിട്ടുണ്ട്. 45 വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ ഇവിടെ നടത്തിയിട്ടുള്ളത്. ഇസ്രായേൽ സേന ഇവിടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തുന്നതായും റിപ്പോർട്ടുകളുണ്ട്. ഇന്ത്യ റഷ്യ ചർച്ചകളിൽ അമേരിക്ക നൽകിയ മുന്നറിയിപ്പിനോട് പ്രതികരിക്കാതെ വിദേശകാര്യ മന്ത്രാലയം. യുദ്ധത്തിനെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കണമെന്നും അമേരിക്കയുമായുള്ള ബന്ധത്തെ ലളിതമായി കാണരുതെന്നുമാണ് അമേരിക്കൻ അംബാസിഡർ എറിക് ഗാർസെറ്റി ഇന്നലെ മുന്നറിയിപ്പ് നൽകിയത്.